നിരാശനാകരുത് മിത്രമേ. അവസരം ഇനിയും ലഭിക്കും. ഈ സമയത്ത് രാജകൊട്ടാരത്തിൽ പ്രത്യേകിച്ച് ആരും തന്നെയില്ല. അതുകൊണ്ട് ഈ അവസരം നമ്മൾ മുതലെടുക്കുക തന്നെ വേണം. കാരണം എല്ലാവരും രാജകുമാരന്മാരുടെ മത്സരം കാണാൻ പോയിരിക്കുകയാണ്. ഈ അവസരം നിനക്ക് ഏറ്റവും നന്നായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഇത് കണ്ടോ, വൃക്ഷത്തിന്റെ വേര്. വനാന്തരങ്ങളിൽ മുഴുവൻ അലഞ്ഞ് നാം ഇത് ശേഖരിച്ചതാണ്. ഉചിതമായ സമയം വരുമ്പോൾ ഇത് പ്രയോജനപ്പെടും. നമുക്കറിയാം. ഇലയും വേരുമോ? അഭിരാജ്, നിനക്കിനി എന്നാണ് ബുദ്ധി ഉദിക്കുക? ഈ ഇലയും വേരും കൊണ്ട് നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുക? ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്? ദേവദത്ത, ഈ ഇലയും വേരുകളും ഒന്നിച്ചു ചേർത്ത് അരച്ചെടുത്ത് അതിന്റെ നീര് ആർക്കെങ്കിലും കുടിക്കാൻ നൽകിയാൽ അവർക്ക് കുറച്ച് സമയത്തേക്ക് യാതൊന്നും കാണാൻ സാധിക്കില്ല. സർവനാശം, അന്ധരായി തീരുമല്ല. അല്ല, അന്ധരായി തീരുമെന്ന് നാം എപ്പോഴാണ് പറഞ്ഞത്? അന്ധരാവുമെന്ന് നാം പറഞ്ഞിട്ടില്ല. നാം പറഞ്ഞത് അവർക്ക് കുറച്ച് സമയത്തേക്ക് കാണാൻ കഴിയില്ല എന്നാണ്. അതെ, നീ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ശരി അഭിരാജ്, അരയ്ക്കാനുള്ള പാത്രം എവിടെയാണ്? ഒന്ന് തിരയൂ. ദാ അവിടെയുണ്ട്. മത്സരം നടക്കുന്ന സ്ഥലത്ത് മധുരപലഹാരങ്ങൾ വെക്കണമെന്ന് നാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ അനുസരിക്കാതെ പോയത്? എപ്പോ നോക്കിയാലും നിങ്ങൾ തമ്മിൽ സംസാരമാണല്ലോ. അതിനുവേണ്ടിയാണോ നിങ്ങളെ കൂലി എന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അതുപോലെ നീ വലിയ ശക്തിശാലിയാണെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ നിനക്കിത്തിരി സാമർത്ഥ്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. വരൂ, നിനക്ക് ഞാൻ വേറെ ജോലി തരാം. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇവിടെ ഇത്രത്തോളം ജോലി ബാക്കി കിടക്കുകയല്ലേ? ഞങ്ങൾക്കിത് രാജകുമാരന്മാരുടെ മത്സരം നടക്കുന്ന മൈതാനത്തിലേക്ക് വരൂ, അത്യാവശ്യ കാര്യമുണ്ട്. അല്ല, നാം പറയുകയായിരുന്നു നമുക്കിരുവർക്കും ഇവിടെ കേൾക്കാൻ തയ്യാറല്ല. നമ്മുടെ മുന്നിൽ നിന്ന് ന്യായം പറഞ്ഞാൽ നിന്നെ ഈ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്നതാണ്. വരൂ. അല്ല, നടക്ക്. ഇവിടെ ജോലിയുണ്ട്. സർവനാശം, ഇവിടെ എങ്ങും ഒരു വിധത്തിലുള്ള പഴവും കാണുന്നില്ല. ശരിക്കും ഇവിടെ സുധാബലം ഉണ്ടാകില്ലേ? അതുപോലെ ആ ബലം എങ്ങനെയാ ഉണ്ടാവുക? ആ കാര്യവും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് സുധാബലം എങ്ങനെയാണ് ലഭിക്കുക? എന്നാൽ ഇനി എന്താ ഇതായിരിക്കും ആ ബലം? ഈ പഴത്തെക്കുറിച്ചായിരിക്കുമോ രാജപുരോഹിതൻ നമ്മോട് പറഞ്ഞത്? ഈ പരിസരത്താണെങ്കിൽ മറ്റു പഴങ്ങൾ കാണാനുമില്ലല്ലോ. എങ്കിൽ ഇത് തന്നെയാവും. ഇതെന്താ? ഈ വൃക്ഷത്തിന് ഇത്രയും നീളം വെച്ചത് എങ്ങനെയാ? ഈ വൃക്ഷത്തിന് മുകളിൽ കയറാൻ നമുക്ക് സാധിക്കില്ല. ഇത്രയും ദൂരം വന്നിട്ടും നമുക്ക് പഴം ലഭിക്കില്ലെന്നാണോ? നാം എന്താ വെറും കൈയോടെ തിരികെ പോകണമെന്നാണോ? നമ്മുടെ മാർഗം തടയുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. നാം എല്ലാം തകർത്ത് കളയുന്നതാണ്. സകലതും ഇപ്പോൾ തന്നെ തകർത്ത് കളയുന്നതാണ് നാം. എന്നാൽ നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തീർച്ചയായും എത്തിച്ചേരും. നീ അശുഭയാണ്, കാപട്യക്കാരിയാണ്, അഹങ്കാരിയാണ്. അതുകൊണ്ടാണ് നീ പരാജയപ്പെട്ടത്. ചണ്ഡികാദേവിയുടെ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ നീ യോഗ്യയല്ല. നിന്റെ പക്കലുള്ള ഒരു ശക്തിക്കും ഈ പവിത്ര ഗുഹയിലേക്ക് നിന്നെ എത്തിക്കാൻ സാധിക്കില്ല. ക്ഷേത്ര ചുവട് വയ്ക്കാനുള്ള അവകാശം നിനക്കില്ല. അതുകൊണ്ട് നീ എത്രയും വേഗം തിരികെ പോകൂ. തിരികെ പോകണമെന്നോ? നാം ഇവിടെ നിന്നും തിരികെ പോകണമെന്നോ?
എങ്കിൽ ഇനി നാം രണ്ടാമത്തെ മാർഗത്തിൽ കൂടി പോകേണ്ടതാണ്. സർവനാശം സംഭവിക്കും. സർവനാശം. ഓ, ഇനിയും എത്ര നേരം ഈ ശിശുക്കളുടെ ക്രീഡ കാണേണ്ടി വരും? രാക്ഷസ റാണി തിരികെ വരുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല.